ഈ വവ്വാലുകൾ പറന്നു പോകുന്നത് കാണുമ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കൊട്ടാരമാണെന്ന് നിങ്ങൾ ധരിച്ചാൽ തെറ്റി. കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിന്റെ 9.5 കോടി രൂപ മുടക്കി 1989 സ്ഥാപിച്ച വൈറ്റമിൻ എ പ്ലാന്റ് ആണ് ഇത്. ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്ലാന്റ് സ്ഥാപിക്കണമെങ്കിൽ ഏതാണ്ട് 450 കോടി രൂപ വേണ്ടിവരുമെന്നാണ് സർക്കാർ ഏജൻസികൾ തന്നെ കണക്കാക്കിയത്. ഈ പ്ലാന്റ് പൂർണ്ണമായും ഉപയോഗശൂന്യമാണ്. വിറ്റുവരവിൽ 100 കോടി പിന്നിട്ട് പൊതുമേഖലാ സ്ഥാപനമായ KSDP. ചരിത്രത്തിൽ ആദ്യമായി ഈ മരുന്ന് നിർമ്മാണ കമ്പനി ഇത്ര വലിയ നേട്ടം കൈവരിക്കുന്നത്. കോവിഡ് കാലത്ത് സംസ്ഥാനത്തുടനീളം മിതമായ നിരക്കിൽ സാനിറ്റൈസർ എത്തിച്ചതും KSDP-യാണ്. 2003 മുതൽ 2006 വരെ പ്രവർത്തനം തന്നെ നിലച്ചുപോയൊരു സ്ഥാപനമാണ് ഈ സാമ്പത്തിക വർഷത്തിന്റെ ഒരു പാദം ബാക്കി നിൽക്കെ ഇത്ര വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഈ വർഷം ഇതുവരെ 13 കോടിയോളം രൂപയുടെ ലാഭമാണ് ആലപ്പുഴയിലെ KSDP-യെ ഉണ്ടാക്കാനായത്. 2016 മുതൽ പടിപടിയായി ഉയർന്ന ഉൽപാദനവും വിപണനവുമാണ് മികച്ച നേട്ടത്തിലേക്കെത്താൻ സ്ഥാപനത്തെ സഹായിച്ചത്. KSDP-യിൽ പുതിയ ഇഞ്ചക്ഷൻ പ്ലാന്റിന്റെ നിർമ്മാണം നടന്നുവരികയാണ്. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായവർക്ക് ദിവസേന കഴിക്കാനുള്ള മരുന്ന് കുറഞ്ഞ ചെലവിലെത്തിക്കാനുള്ള പദ്ധതിയും അവസാന ഘട്ടത്തിലാണ്. ഗുണനിലവാരമുള്ള സാനിറ്റൈസർ നിർമ്മിച്ച് പൊതുവിപണിയിലെ വില നിയന്ത്രിക്കാനും സ്ഥാപനത്തിന് കഴിഞ്ഞിരുന്നു. 15 ലക്ഷം ലിറ്റർ സാനിറ്റൈസറാണ് ഈ കോവിഡ് കാലത്ത് KSDP വിപണിയിലെത്തിച്ചത്.